നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഇതിനോടകം തീരുമാനമായിട്ടുണ്ട്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് യുവജന ശിശുക്ഷേമ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യും. വകുപ്പ് പോലീസ് എല്ലാം അദ്ദേഹത്തിനാണ്. കൂടാതെ വനിതാമുഖം കീർത്തന അവർക്ക് വ്യവസായ വകുപ്പ്. അങ്ങനെ വകുപ്പ് വിഭജനമായിരിക്കുന്നു. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്നതിൽ അന്തിമ തീരുമാനമായിരിക്കുന്നു. മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി. മനേഷ്, എങ്ങനെയാണ് വിവരങ്ങൾ? ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ? ഉന്മേഷം, അനുജ, ഈ പോർട്ട്ഫോളിയോ പുറത്തു വന്നപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സാധാരണ നിലയിൽ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളല്ല വിജയ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക്, അതായത് സാധാരണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊപ്പം തന്നെ യുവജനക്ഷേമം, അതുപോലെ വനിതാക്ഷേമം, ശിശുക്ഷേമം തുടങ്ങി പറഞ്ഞ രീതിയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അവരുടെ ക്ഷേമം, അങ്ങനെ അത്തരത്തിലുള്ള വകുപ്പുകളെല്ലാം തന്നെ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വകുപ്പ് വിഭജനത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആഭ്യന്തരം മാത്രമല്ല IPS, IAS, IFS എല്ലാം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വകുപ്പുകൾ കൂടി മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, KS സെങ്കോട്ടയ്യൻ ആണ് ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. കാരണം മന്ത്രിസഭയിലെ മുതിർന്ന അംഗമാണ്, മാത്രമല്ല ഭരണപരിചയമുള്ള ആളാണ്. ഈ പറഞ്ഞ രീതിയിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് നല്ല രീതിയിൽ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഭരണ പരിചയമുള്ള KS സെങ്കോട്ടയ്യനെ ധനമന്ത്രിയാക്കിയിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TVKയുടെ ജനറൽ സെക്രട്ടറി N ആനന്ദ് ജലസേചനം, റൂറൽ ഡെവലപ്മെന്റ്, പഞ്ചായത്ത് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. ആദവ് അർജുന പബ്ലിക് വർക്ക്സും അതുപോലെ തന്നെ സ്പോർട്സും, ഈ രണ്ട് വകുപ്പുകളാണ് ആദവ് അർജുന കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ KG അരുൺരാജിന് ആരോഗ്യം നൽകിയിരിക്കുന്നു. P വെങ്കട്ടരമണനാണ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിന്റെ മന്ത്രി എന്ന് പറയുന്നത്. CTR നിർമ്മൽകുമാറിന് ഊർജ്ജവും നിയമവകുപ്പും നൽകിയിരിക്കുന്നു. രാജ്മോഹനാണ് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസത്തിനൊപ്പം തമിഴ് വികസനവും രാജ്മോഹൻ കൈകാര്യം ചെയ്യും. ഡോക്ടർ TK പ്രഭു നാച്ചുറൽ റിസോഴ്സസ് ആണ്. മന്ത്രിസഭയിലെ ഏക വനിതാമുഖമായ S കീർത്തനയാണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുക. ഇങ്ങനെയാണ് 9 മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും പോർട്ട്ഫോളിയോ വരുന്നത്. മാത്രമല്ല മന്ത്രിസഭാ വികസനം വരും ദിവസങ്ങൾ, അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ വരെ നൽകാനുള്ള ഒരു സാധ്യത അത് പറയുന്നു. മാത്രമല്ല DMKയിൽ നിന്ന് ഇവിടെ തിരിച്ച് TVKയ്ക്ക് പിന്തുണ നൽകിയ 25 MLA-മാരുണ്ട്. അവരിൽ ചിലർക്ക്, അത് മുതിർന്ന നേതാക്കളായിട്ടുള്ള ഈ പറഞ്ഞ SP വേലുമണിയും അതുപോലെ C വിജയഭാസ്കർ തുടങ്ങിയ ആളുകൾക്ക്, CV ഷൺമുഖം പോലുള്ള ആളുകൾക്ക് മന്ത്രിസ്ഥാനം നൽകാനുള്ള സാധ്യതയുമുണ്ട്. അനുജ, ഉന്മേഷ്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അവിടെ സർക്കാരിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചിപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.